കോൺഗ്രസിൻ്റെ മാധ്യമസമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത്. ഞാൻ കൈരളിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവ് ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും CPM നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്, നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല. ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം ഇന്ദിരാഭവനിലുണ്ടാവും. ജോൺ മുണ്ടക്കയത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിരിക്കാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. നിങ്ങൾ പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയാൻ ഫിലിപ്പിനെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനീ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. എവിടെ നിന്നാണ് ഈ ജോൺ മുണ്ടക്കയത്തിന് ഈ കഥ കിട്ടിയെന്ന് എനിക്കറിയില്ല. പിന്നെ പലരും പറയാറുണ്ട് വിരമിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു പുസ്തകമൊക്കെ എഴുതി ഒരു ലൈം ലൈറ്റ് ഉണ്ടാക്കണം, അതൊരു രീതിയാണെന്ന്. പക്ഷേ ആ ഒരു പട്ടികയിൽപ്പെടുന്ന ഒരാളൊന്നും അല്ല ജോൺ മുണ്ടക്കയൻ. ഒരു പക്ഷേ അദ്ദേഹം ഒരു മേക്ക് ബിലീഫ് വേൾഡിൽ പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ബ്രീഫ് ചെയ്തുകൊണ്ടോ അല്ലയോ എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തിനോടൊരു അലോഹ്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ പകുതി ശതമാനം ശരിയാണ്. അപ്പം ഒരു പത്രപ്രവർത്തകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്യ ഭാവമെങ്കിലും വസ്തുത പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ അനുമോദിക്കുക ചെയ്യണ്ടേ. തിരുവഞ്ചൂർ സംസാരിക്കുകയും തിരുവഞ്ചൂർ അതിനുശേഷം തുടർച്ചയായി എന്നെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല തിരുവഞ്ചൂർ എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്, നിങ്ങൾ എന്നെ വന്ന് കാണേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് കാണാം. യഥാർത്ഥത്തിൽ അന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എൻ്റെ കൂടെ ചെറിയാൻ ഫിലിപ്പും ഉണ്ട്. ഇപ്പം ചെറിയാൻ ഫിലിപ്പ് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനോ അല്ല, CPM അല്ല, അദ്ദേഹം കോൺഗ്രസ്സിലാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി, അദ്ദേഹം പറയും. അന്നത്തെ തിരുവഞ്ചൂരുമായിട്ടുള്ള അന്നത്തെ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തതാണ്. ജോൺ മുണ്ടക്കയത്തിന് ഇത് എവിടെ നിന്ന് വിവരം കിട്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ. അതാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം മാറി ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് അതിനുശേഷമാണോ? ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു. എല്ലാ സമരങ്ങളിലും മുദ്രാവാക്യങ്ങൾ വെക്കും. സ്വാഭാവികമായിട്ട് എല്ലാ മുദ്രാവാക്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാവില്ല, ചിലപ്പോൾ പറ്റും. CPM നേതൃത്വം യുക്തമായിട്ടൊരു തീരുമാനമെടുത്തു. അത് മാത്രമല്ല, അദ്ദേഹം പറയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. എന്താ കാരണം എന്ന് വെച്ചാൽ തിരുവഞ്ചൂർ അതിനുശേഷം എന്താണ് CPMൻ്റെ അഭിപ്രായമെന്ന് ചോദിക്കാൻ CPM നേതൃത്വവുമായിട്ട് ബന്ധപ്പെടുകയും CPM കൃത്യമായൊരു കാര്യം പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പ്രഖ്യാപിക്കുക മാത്രമല്ല, ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണം എന്നുള്ളത് CPMൻ്റെ നിലപാടായിരുന്നു. ആദ്യം വൈമുഖ്യം കാണിച്ചു, തിരുവഞ്ചൂർ വൈമുഖ്യം കാണിച്ചു. അതിനുശേഷം തിരുവഞ്ചൂർ എന്നോട് പറഞ്ഞു, എനിക്ക് മാത്രം എടുക്കാൻ കഴിയുന്നൊരു തീരുമാനമല്ല ഇത്, അതുകൊണ്ട് താങ്കൾ ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയെ കൂടി ഒന്ന് കാണണം, എൻ്റെ കൂടെ വരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച ഞാൻ നടത്തി, തിരുവഞ്ചൂരും ഉണ്ടായിരുന്നു. അതിനകത്ത് യാതൊന്നും മറച്ചു വെക്കാനില്ല. എവിടെയാണ് ഈ ജോൺ മുണ്ടക്കയെ? പക്ഷേ ജോൺ മുണ്ടക്കയെ വന്ന് മനോരമ പത്രത്തിൻ്റെ ബ്യൂറോ ചീഫല്ലേ, ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ കിട്ടിയ ആ പത്രത്തിന് കൊടുക്കണ്ടേ? ആ പത്രം എങ്ങനെയായിരിക്കും ജോൺ മുണ്ടക്കയത്തെ സമീപിക്കുന്നത്? ഇപ്പം ഒരു പത്രത്തിൻ്റെ ബ്യൂറോ ചീഫായിട്ടുള്ള ഒരാൾക്ക് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ കൈ കിട്ടിയിട്ട് ആ പത്രത്തിൽ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പോലും നൽകിയില്ല എന്നൊരു ചിന്തയായിരിക്കില്ലേ സ്വാഭാവികമായിട്ടും മനോരമയ്ക്കുണ്ടാവുക. അത് മാത്രമല്ല, ജോൺ മുണ്ടക്കയത്തെ പോലെ പരിണതപ്രജ്ഞനായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകൻ ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ ഇത്രയും മാസങ്ങൾ വർഷങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെക്കാൻ പാടുള്ളൂ. അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അത് ആ പത്രത്തിന് നൽകേണ്ടതല്ലേ? അത് ഏതെങ്കിലും വാരികയ്ക്ക് കൊടുക്കേണ്ട കാര്യമാണോ? അപ്പോൾ അതൊക്കെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഞാനീ പറഞ്ഞതിനൊക്കെ ഒരു തെളിവുണ്ട്. തെളിവ് മറ്റാരുമല്ല, സാക്ഷാൽ ചെറിയാൻ ഫിലിപ്പാണ്. തിരുവഞ്ചൂരിൻ്റെ അഭ്യർത്ഥന പ്രകാരം തിരുവഞ്ചൂർ കൺവേ ചെയ്ത കാര്യം ഞാൻ CPM നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്. ഞാൻ പാർട്ടിയുടെ പ്രവർത്തകരാണ്, പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളാണ്, കൈരളി ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്.
പാർട്ടി നേതൃത്വം യുക്തമായ തീരുമാനമെടുക്കും. പാർട്ടി നേതൃത്വത്തിലൂടെ അനുമതിയോടുകൂടിയാണോ താങ്കൾ മുഖ്യമന്ത്രിയൊക്കെ പോയി പിന്നീട് കാണുന്നത്? തീർച്ചയായിട്ടും. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുക എന്നാണ് പറയുന്നത്. സ്വാഭാവികമല്ലേ? ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ. പക്ഷേ CPM-ന്റെ എനിക്ക് നൽകിയിട്ടുള്ളൊരു നിർദ്ദേശം വളരെ വ്യക്തമായിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം മാത്രം പോരാ, ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഒന്നും കൂടി പരിശോധിച്ച് നോക്കുക. ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരികയും ജസ്റ്റിസ് ശിവരാജൻ മുഖ്യമന്ത്രിയെ വിളിച്ച് മൊഴിയെടുക്കുകയും അത് എത്ര നേരെ മൊഴിയെടുത്തത്. ജസ്റ്റിസ് ശിവരാജൻ്റെ റിപ്പോർട്ടും ഇന്ന് നമ്മുടെ സമക്ഷമുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് എത്രയോ പേജുകളുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ള ഒരു നിലപാടായിരുന്നു അവർ ആദ്യം സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് അതും കൂടി അംഗീകരിക്കാനുണ്ടായി. ഏത് ഇല്ല, ഇത് പിന്നെ ഞാൻ അവിടെ പോയതൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലില്ല. ഇപ്പം എൻ്റെ ഒരു റോള് അവിടെ CPM പ്രവർത്തകൻ, അത് മാത്രമല്ല തിരുവഞ്ചൂർ അഭ്യർത്ഥിച്ച പ്രകാരമുള്ളതാണ്. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ജോലി ചെയ്യേണ്ടത് ജോൺ മുണ്ടക്കയാണ്. ഞാൻ കൈരളി TV-യുടെ മാനേജിംഗ് ഡയറക്ടറും CPM-ന്റെ ഒരു പ്രവർത്തകനുമാണ്. അങ്ങനെ ഒരു കൂലങ്കഷമായ സമഗ്രമായ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്ത് വിട്ടുവീഴ്ച ചെയ്തും ഈ സമരം അവസാനിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത്. ആദ്യം എന്നെയല്ല ബന്ധപ്പെട്ടത്, എന്നെ ബന്ധപ്പെടുന്നതിന് മുന്നോടിയായിട്ട് കൈരളി TV-യിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ചെറിയാൻ ഫിലിപ്പിനെയാണ് ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഫോണിലാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ സംസാരിച്ച ശേഷം ആ ഫോൺ എനിക്ക് കൈമാറുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ കണ്ടത്. ആ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തു. അദ്ദേഹം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ. ജോൺ മുണ്ടക്കയത്തിൻ്റെ ഫ്രണ്ടാണ്, തിരുവഞ്ചൂരിൻ്റെ സഹപ്രവർത്തകരാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ പോയി. അന്ന് പാർട്ടി നേതാക്കളെല്ലാം സമരത്തിലാണ്, വലിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗയിലാണ്. മാത്രമല്ല കൈരളി TV പാർട്ടി നേതൃത്വവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെ പല ഘട്ടങ്ങളിലും ഗുഡ് ഓഫീസസ് ഉപയോഗിക്കാം. പാർട്ടി നേതൃത്വം യുക്തമായൊരു തീരുമാനമെടുത്തല്ലോ. അതുകൊണ്ടാണല്ലോ സഖാവ് പിണറായി വിജയൻ അത് സമരം പിൻവലിക്കുന്ന കാര്യം സെക്രട്ടേറിയറ്റ് സമരത്തിന് മുന്നിൽ പോയി പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് അതിനുശേഷമുള്ള രാഷ്ട്രീയ സംഭവാസങ്ങൾ നിങ്ങൾക്കറിയാം. പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 91 സീറ്റോടെ ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നു. സോളാർ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിരുന്നു. സോളാർ എന്നുള്ള പ്രചരണ വിഷയം CPM വേണ്ടെന്ന് വെച്ചു. അത് വളരെ ശക്തിയുക്തം മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ ചെയ്തത്. ആ സമരം അവിടെ നിന്ന് പിൻവലിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ള ഉറപ്പിൻ്റെ പേരിലാണ് ഒരു സമരം പിൻവലിക്കുന്നത്. അതപ്പോൾ സ്വാഭാവികമായിട്ടും ജോൺ മുണ്ടക്കയത്തെ ഇത് ബ്രീഫ് ചെയ്ത് തിരുവഞ്ചൂരാന്നുള്ള കാര്യം വ്യക്തമായല്ലോ. അത് വ്യക്തമായല്ലോ. തിരുവഞ്ചൂരിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും ജോൺ മുണ്ടക്കയം പറയുന്നത്. വളരെ ഞാൻ പറഞ്ഞല്ലോ, അതായത് റിട്ടയർ ചെയ്ത മാധ്യമ പ്രവർത്തകർ പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരു പതിവുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാവരും ആ പുസ്തകം വാങ്ങില്ലേ എന്തൊക്കെ പറഞ്ഞെന്നറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് നാട്ടുനടപ്പല്ലേ, അതിന് കുഴപ്പമില്ല. ഞാൻ അദ്ദേഹത്തിന് മുന്നപ്പെടുത്തൊന്നുമില്ല. പക്ഷെ മനോരമയ്ക്കൊരു വലിയൊരു ഗ്രീവൻസ് ഉണ്ടാവും. എന്നാ കാരണം വെച്ചാൽ തങ്ങളുടെ ബ്യൂറോ ചീഫ് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് ആ പത്രത്തിലൊരു എക്സ്ക്ലൂസീവായിട്ട് അടിച്ചിട്ടില്ലോ എന്നുള്ളൊരു പരാതി അവർക്കുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ CPM-ന്റെ പ്രതിനിധിയായിട്ട് പോയതാണ്, മാധ്യമപ്രവർത്തകനായിട്ട് പോയതല്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ CPM-ന്റെ ഒരു പ്രവർത്തകനാണ്. ഞാനൊരു മാധ്യമപ്രവർത്തകന്റെ റോളിലല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഒരു സെക്കൻഡ്. ഞാനിപ്പോൾ കൈരളി TV-യുടെ ചീഫ് എഡിറ്ററാണ്, MD ആണ്, അതോടൊപ്പം തന്നെ രാജ്യസഭാ അംഗമാണ്. ഞാനിപ്പോൾ രാജ്യസഭയിൽ സംസാരിക്കുന്നത് കൈരളി TV-യുടെ എഡിറ്റോറിയൽ എന്നുള്ള രീതിയിലാണോ സംസാരിക്കുന്നത്? എനിക്ക് മൾട്ടിപ്പിൾ റോളുണ്ട്. ക്യാബിനറ്റ് എപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം? എപ്പോഴെടുത്ത തീരുമാനം?
കേൾക്ക്, എവിടെ നിങ്ങൾ എടുത്തു നോക്ക്. ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉമ്മൻചാണ്ടി പല സമരവും പല അവസാനിപ്പിക്കാൻ വേണ്ടി പല തീരുമാനങ്ങളും പറയും. അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കണമെന്നും അത് ആ പരിഗണനാ വിഷയങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരണമെന്നുള്ള കൃത്യമായിട്ടുള്ള ആവശ്യം പിന്നീട് അംഗീകരിച്ച എവിടെയാണ്? ഫോർമലായിട്ട് അംഗീകരിച്ചപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് ക്യാബിനറ്റ് തീരുമാനിക്കുന്നത്. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നു ആ പ്രഖ്യാപനം നടത്തിയത് ഓഗസ്റ്റ് 13-ാം തീയതി ആയിരിക്കും, 2013. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കണം മിക്കവാറും ക്യാബിനറ്റ് തീരുമാനം എടുത്തിട്ടുണ്ടാവുക. അതൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ പരിശോധിച്ച് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. ജനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ളൊരു വലിയ സമരം ഉണ്ടായി. അതിനുശേഷം കൃത്യമായ തോതിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തി തിരുവനന്തപുരം ഇങ്ങോട്ടൊക്കെ ചർച്ചകൾ വിളിച്ചു. ഈ കാര്യങ്ങളെല്ലാം ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് അവതരിപ്പിക്കുക. ആ സമയത്ത് പോലും ഇത് സമരം അവസാനിച്ചില്ല. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ എത്രയോ ആൾക്കാർ ബന്ധപ്പെടാറുണ്ട്, പല ആൾക്കാരും ബന്ധപ്പെടാറുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടത് പറയാം, പറയേണ്ടാത്തത് പറയില്ല. അതൊക്കെ തന്നെയല്ല. അല്ല, അതല്ല അവിടെ അതിൻ്റെ അകത്ത് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനെ തിരുവഞ്ചൂര് വിളിച്ചു, അല്ലെ തിരുവഞ്ചൂരിനെ കണ്ടു എന്ന് പറയേണ്ട യാതൊരു സാങ്കത്യമില്ല. അതൊക്കെ അവിടെ പാർട്ടി നേതൃത്വം വ്യക്തമായ തീരുമാനമെടുക്കും. ഞാൻ പാർട്ടിക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ഒരൊറ്റ കാര്യം, അതായത് CPM-നെ വലിയ പ്രതിരോധത്തിലാക്കിയതായിരുന്നു ഈ സമരം പെട്ടെന്ന് പിൻവലിച്ചു എന്നുള്ളൊരു ആരോപണം ഉണ്ടാകുന്നത്. എന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും, അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് കൈരളി അന്ന് അത്തരമൊരു വാർത്ത കൊടുക്കാൻ തയ്യാറായി? ഒരു വാർത്ത, അതായത് തിരുവഞ്ചൂർ ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിൽ സമരം പിൻവലിച്ചത് എന്നൊരു വാർത്ത അന്ന് കൈരളി. തിരുവഞ്ചൂർ ബന്ധപ്പെട്ടുകൊണ്ടല്ല, CPM-ന്റെ ആവശ്യങ്ങൾ, ഇടതുപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ്. അത് കൈരളി വാർത്ത കൊടുത്തിട്ടുണ്ട്. അത് കൈരളി എങ്ങനെയാണ് വാർത്ത കൊടുത്തത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് വാർത്തയായിട്ട് കൊടുത്തത്. അതിനകത്ത് താങ്കൾ ഇടനില നിന്നുമാണ് ചർച്ച എന്നൊരു വാക്കല്ല അദ്ദേഹത്തിന്, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ അകത്ത് ഈ യാതൊരു റോളും ഇല്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോളാർ സമരത്തിൽ ഏറ്റവും കൂടുതൽ വാർത്തയായി കൊണ്ടുവന്ന കൈരളിയാണ്. താങ്കൾ ആ ചുമതലയുള്ള ആളുമാണല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ ചർച്ചയ്ക്ക് വന്നത് ഒരുപക്ഷെ ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണ്, ഞങ്ങൾ തോൽവി സമ്മതിക്കുകയാണെന്ന് അതിനകത്തൊന്നുമില്ല. എന്താ കാരണം വെച്ചാൽ എല്ലാ സമരങ്ങളും, ആ സമരങ്ങൾ വൻ വിജയമായിരുന്നുവെന്ന് പിന്നീടുള്ള ജനവിധി വ്യക്തമാക്കി തന്നു. 91 സീറ്റോടുകൂടി ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നു. സോളാർ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ആ വിഷയം അത്രത്തോളം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിട്ട് മാറി. ഈ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കുന്നുണ്ടായി. അത് കോൺഗ്രസിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണോ? തിരുവഞ്ചൂരിന് അത്തരത്തിലുള്ള ഒരു ഗൂഢലക്ഷ്യം അതിന് പിന്നിൽ ഉണ്ടായി എന്ന് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഉള്ളിലെ സമ്മർദ്ദ വേലിയേറ്റങ്ങൾ ആരോട് പറഞ്ഞു? അവിടെ തിരുവഞ്ചൂരിന് സമ്മർദ്ദമുണ്ടായിരുന്നോ? തിരുവഞ്ചൂർ ഉമ്മൻചാണ്ടിയെ പെടുത്തിയോ? പിന്നെ KC ജോസഫ് തിരുവഞ്ചൂരിനെ കുറ്റപ്പെടുത്തിയോ? ഒന്നും എനിക്കറിയില്ല. അതൊക്കെ പത്രങ്ങളിൽ വന്നത് മാത്രമേ ഉള്ളൂ. അവരുടെ ആഭ്യന്തര കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഈ സമരം ഒത്തുതീർപ്പാക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിന് എനിക്കൊരു അത്ഭുതമൊന്നുമില്ല. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയല്ലേ. അദ്ദേഹത്തിന്റെ ആ പദവി അദ്ദേഹത്തിന് നൽകുന്ന ഉത്തരവാദിത്വം കൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. ആ വിട്ടുവീഴ്ചയിൽ TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നു? അന്വേഷണം നമുക്കിവിടെ അവസാനിപ്പിക്കാം എന്തെങ്കിലും ആ രീതിയിലുള്ള എന്തെങ്കിലും സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു? നമ്മുടെ മാധ്യമ പ്രവർത്തനവും അതുപോലെ രാഷ്ട്രീയ നിരൂപണങ്ങളൊക്കെ നല്ല ഭാവനയുള്ളതാകുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണം ചിന്തിക്കാം. അന്നത്തെ ഒരു കാര്യം കൂടി പറയാം. ഉമ്മൻചാണ്ടി അന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ പരിധിയിൽ വരില്ല എന്നന്ന് പറഞ്ഞിരുന്നു. അതായത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ എന്ന് പറഞ്ഞ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൽ വരില്ല. എന്നിട്ടും പക്ഷേ സമരം CPM പിൻവലിച്ചു. അപ്പൊ താങ്കൾ പറഞ്ഞത് പൂർണ്ണമായി ഉമ്മൻചാണ്ടി വാക്ക് പാലിച്ചു. ഉമ്മൻചാണ്ടി പിന്നീട് വാക്ക് പാലിക്കേണ്ട വന്നു. പക്ഷെ അത് പറഞ്ഞില്ലല്ലോ ഒന്ന്. അദ്ദേഹം പ്രയോഗങ്ങൾ നടത്തും. അതായത് തിരുവഞ്ചൂരുമായി ഒരു ധാരണയിലായിരുന്നു CPM ആയി. അതിനുശേഷമാണ് അത് ഔദ്യോഗികമായി പിന്നീട് തിരുവഞ്ചൂരുമായിട്ടുള്ള ധാരണ. തിരുവഞ്ചൂര് ഒരു അതും കൂടി അംഗീകരിക്കാൻ തീരുമാനിച്ചത്. തിരുവഞ്ചൂർ കഴിഞ്ഞ് ഉമ്മൻചാണ്ടി വന്നില്ലേ പിക്ചറിലേക്ക്? വീണ്ടും തിരുവഞ്ചൂർ എന്ന് പറഞ്ഞു. സുനിലെ, എത്ര വട്ടം ഞാൻ പറഞ്ഞു
അതായത് തിരുവഞ്ചൂര് സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടിയെ കൂടി അത് അപ്രൈസ് ചെയ്തിട്ടുണ്ടാവില്ലേ? അത് മാത്രമല്ല, ഉമ്മൻചാണ്ടി അപ്രൈസ് ചെയ്യും, ഉമ്മൻചാണ്ടിയെ ഞാനും കൂടി കാണണമെന്നും അത് കൃത്യമായിട്ട് നിങ്ങളാ എന്താണ് CPM-ന്റെ ആവശ്യം, ഇടതുപക്ഷത്തിൻ്റെ ആവശ്യമെന്ന് ഉമ്മൻചാണ്ടിയെ കൂടി ധരിപ്പിക്കണം. എന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഈ പറഞ്ഞ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യം സമ്മതിക്കാൻ വിഷമമുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ഒരു നിർദ്ദേശവും കൂടി ഇടതുപക്ഷം വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നേരിട്ട് ഉമ്മൻചാണ്ടി കേട്ടോട്ടോ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും. അത് സ്വാഭാവികമല്ലേ? അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടി നാളെ പിന്നെ വിചാരിക്കില്ലേ, എന്തിനാണ് ഈ ഒരു നിബന്ധനയും കൂടി അംഗീകരിച്ചത് തിരുവഞ്ചൂരിൽ? എനിക്കറിയാം, LK പ്രേമേന്ദ്രനുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള കാര്യം CPM-ന്റെ ആവശ്യമായിട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചിരുന്നു. അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മറുപടി എന്തായിരുന്നു? ഉമ്മൻചാണ്ടി അത് സമ്മതിക്കുകയും അത് പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഈ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധി കൊണ്ടുവരണമെന്ന് പറഞ്ഞതും അത് അംഗീകരിച്ചു. എന്താണ് CPM തീരുമാനിച്ച പ്രകാരമല്ലേ പിണറായി വിജയനോട് പ്രഖ്യാപിച്ചത്? ഒത്തുതീർപ്പല്ല, അല്ലല്ല, ഒരുപാട് നിങ്ങൾ പറയുന്ന പോലെ അല്ലേ ഇത്. ഞാനൊരു മാധ്യമപ്രവർത്തനമല്ലേ, ഞാൻ പറഞ്ഞ എന്താണെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒന്ന്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇങ്ങോട്ട് ബന്ധപ്പെടുന്നത്. അതിന് കൃത്യമായ സാക്ഷി കോൺഗ്രസിൻ്റെ സമ്മന്നിതനായ നേതാവ് ശ്രീ ചെറിയാൻ ഫിലിപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഫോണിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിക്കുന്നത്. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തിരുന്നു. 2, ഈ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ എന്നും ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരണമെന്നുള്ള നിബന്ധന കൂടി മുന്നോട്ട് വെച്ചു. വൈമുഖ്യത്തോടെയാണെങ്കിലും പിന്നീട് അത് അംഗീകരിച്ചു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഉൾപ്പെട്ടു. സമഗ്രമായ റിപ്പോർട്ടാണ് ജസ്റ്റിസ് ജീവരാജൻ നൽകിയത്. ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ അതും ഇതുമായിട്ട് എന്താ ബന്ധം? ഒരാൾ ചോദിക്കും. അഴിമതി എന്ന പോലെ കേരളം ഇതുപോലെ ചർച്ച ചെയ്ത അഴിമതി ആരോപണം ഇല്ലായിരുന്നു, നിങ്ങളുടെ സമരവാന്തരത്തിലായിരുന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ ഒത്തുതീർപ്പുള്ള ചർച്ചയിലൂടെ അവസാനിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് അണികൾക്കുണ്ടാക്കിയ CPM നേതൃത്വം കൃത്യമായിട്ട് അത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുകയും പിന്നെ LDF-ൽ ചർച്ച ചെയ്തിട്ടുണ്ടാകാം. അത് പിണറായി വിജയൻ പ്രഖ്യാപിച്ചില്ല. അതൊക്കെ CPM നേതൃത്വം പറയേണ്ട കാര്യങ്ങളാണ്. ഞാനിപ്പോൾ എൻ്റെ പരിമിതമായൊരു വിഷയമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം എനിക്കിപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് CPM എന്തുകൊണ്ട് തീരുമാനിച്ചു, എന്തുകൊണ്ട് തീരുമാനിച്ചില്ല, അണികളോട് എന്ത് പറഞ്ഞു, എന്ത് പറയണമായിരുന്നു, ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റും. അതൊക്കെ CPM നേതൃത്വം അത് സ്വാഭാവികമായിട്ട് പറഞ്ഞില്ല. അത് മാത്രമല്ല, ആ തീരുമാനത്തിൻ്റെ ശരിയും തെറ്റൊക്കെ പിന്നീട് 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് വെളിപ്പെട്ട് വന്നില്ലേ? അത് മാത്രമല്ല, ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിലില്ലേ? അതിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്ക് വായിച്ചുകൂടെ? അതിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ജോൺ മുണ്ടക്കയം പറഞ്ഞ് ശരിയാവൂലേ? ഞാനിവിടെ കോൺഗ്രസിന്റെ സമ്മന്നതനായ നേതാവ് ചെറിയാൻ ഫിലിപ്പിനെ സാക്ഷിയാക്കിക്കൊണ്ടല്ലേ ഇതെല്ലാം പറയണത്. അതിനു മുമ്പ് ചെറിയാൻ ഫിലിപ്പിനോട് സംസാരിച്ചു എനിക്കറിയില്ല. ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലാണ് സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് കൈമാറുന്നത്. അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ അതേ കൈരളിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു. ചെറിയാൻ ഫിലിപ്പ് അന്ന് കൈരളിയുടെ ഭാഗമായിട്ട് കൈരളിയിൽ തുടർച്ചയായി വന്നിരുന്ന ആളാണ്. എൻ്റെ ഓഫീസിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ മോനെ എനിക്ക് പറയാൻ പറ്റും? എനിക്ക് എൻ്റെ അറിവിൻ്റെ പരിധിയിലുള്ള കാര്യങ്ങളല്ലേ ഞാൻ പറയാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് ചെയ്യുന്ന പോലെ ഭാവനാസമ്പന്നമായ രീതിയിലൊന്നും പറയാൻ പറ്റില്ല. എനിക്കറിയില്ല. ഞാൻ അവരുടെ തീരുമാനം എന്താണെന്നും അവർ സംബന്ധിച്ച കാര്യവും പിന്നെ അന്ന് CPM നേതൃത്വത്തെ അറിയിച്ചു. CPM നേതൃത്വം പിന്നീട് യുക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട്. അതല്ല, അതിനുശേഷം തിരുവഞ്ചൂരുമായിട്ടുള്ള കൂടിക്കാഴ്ച ശേഷം തിരുവഞ്ചൂരിൻ്റെ താല്പര്യപ്രകാരമാണ് ഞാൻ ഉമ്മൻചാണ്ടിയെ കണ്ടത്. അന്ന് ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ അന്ന് തിരുവഞ്ചൂരിനെ കൂടാതെ കുഞ്ഞാലിക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി. എനിക്കറിയില്ല, സഹകുടീരിയായിട്ടുള്ള അദ്ദേഹം സംസാരിച്ചാലും എനിക്കറിയില്ല. സംസാരിച്ചിട്ടുണ്ടാകാം, ഉണ്ടാകാതിരിക്കും. മുഖ്യമന്ത്രിയുടെ രാജി എന്ന ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ കൂടി സമരം അവസാനിപ്പിക്കാമെന്ന് CPM തീരുമാനിച്ചിട്ടുണ്ട്. CPM അവരുമായിട്ട് അവർക്ക് എന്താണ് അവരുടെ മുമ്പിൽ വെക്കേണ്ട നിർദ്ദേശം എന്താണെന്ന് സംബന്ധിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഈ കൃത്യമായ 2 നിർദ്ദേശങ്ങളാണ് പറഞ്ഞത്. രണ്ട് നിർദ്ദേശങ്ങളാണ്. മുഖ്യമന്ത്രിയെ കൂടിക്കാഴ്ച കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറയാം. എന്താ കാരണം വെച്ചാൽ ഈ 2 ആൾക്കാരും ഇന്നുണ്ട്. ഞാൻ മാത്രം ഉണ്ടായിരുന്നു കൂടിക്കാഴ്ചയിൽ. അതായത്
ഈ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണം മാത്രം പോരാ, ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി വരണമെന്നുള്ളതാണ് CPM നേതൃത്വത്തിൻ്റെ നിലപാട്, അല്ലെങ്കിൽ ഇടതുപക്ഷ നിലപാട് എന്നുള്ള കാര്യം ഞാൻ അവരെ അറിയിക്കും. ഇതിനകത്ത് സമരം നടത്തുന്ന നേതാക്കളുമായി സംസാരിക്കാതെ താങ്കളുമായി അതിനകത്തൊന്നും ഇല്ലാന്ന്. എന്താ കാരണം ഒരു സെക്കൻഡ്, സമരം നടത്തുന്ന നേതാക്കളുമായിട്ട് ചിലപ്പോൾ ആ സമയത്ത് സംസാരിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല. എന്താ കാരണം അവർ സമരത്തിലല്ലേ. അല്ല, അങ്ങനെയൊക്കെ ഒരു സെക്കൻഡ്, അങ്ങനെയൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുമല്ലോ. ഇതിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടല്ല, അല്ലെങ്കിൽ ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ എന്താണ്, CPM-ന്റെ ഒരാവശ്യം കൃത്യമായിട്ട് പറയുന്നു, ആവശ്യം അംഗീകരിക്കുന്നു, അതോടുകൂടി അതാണ് സംഭവം. ഏത് അത് തിരുവഞ്ചൂരിനോട് ചോദിക്കണം, എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എങ്ങനെ പറയും? സമ്മതിച്ചു കൃത്യമായ തിരുവഞ്ചൂരിനെ അറിയാം. മാത്രമല്ല, പിന്നീട് അതേ ഏത് വാക്കുകളിലാണത് പത്രക്കാരോട് അത് എക്സ്പ്രസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ പിന്നീട് അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ടല്ലേ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ട് ജസ്റ്റിസ് ശിവരാജൻ മൊഴിയെടുത്തത്. അല്ലെങ്കിൽ അദ്ദേഹം സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അതിലേക്ക് വരുമായിരുന്നു. ഞാൻ CPM നേതൃത്വത്തെയാണ് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതൊക്കെയാണ് അവർ പറയുന്നതെന്ന് ബോധ്യപ്പെടുന്നത്. അത്ര. അതിനുശേഷം എപ്പോഴെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് സോളാർ കേസുമായി എന്തെങ്കിലും ഒരു ചർച്ചയിൽ ഇതേപോലെയുള്ള ബന്ധപ്പെടൽ താങ്കളെ ആരും എന്നെ ഇത് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ അല്ല, ഈ ഒരു പർട്ടിക്കുലർ വിഷയം, അതായത് CPM നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് കൺവേ ചെയ്യൽ, അത്ര കൺവേ ചെയ്യും. ആ സമയത്ത് എല്ലാ നേതാക്കളും സമരത്തിലായിരുന്നു. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഒരു സ്കോപ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും തിരുവഞ്ചൂരിനെ ബന്ധപ്പെട്ടുണ്ടാവുക. ഞാൻ പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിയുടെ ഒരു പ്രവർത്തന നിലയിൽ ഞാൻ അദ്ദേഹം ഇങ്ങനെ ബന്ധപ്പെട്ടുവെന്നും ഇന്ന കാര്യങ്ങൾ പറയുന്നുവെന്നും അവരെ ധരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കൂ എന്ന് പറഞ്ഞു. കേട്ട ശേഷം CPM-ന്റെ നിലപാട്, CPM നേതൃത്വത്തിൻ്റെ നിലപാട് ഞാൻ അവരെ അറിയിക്കുകയും ചെയ്തു. ഒരു വൈമനസ്യത്തോടെ ആണെങ്കിലും അത് പിന്നീട് അംഗീകരിക്കുകയാണ് ചെയ്തത്. നിരവധി ഘടകകക്ഷി നേതാക്കളും CPM-നെ സംബന്ധിച്ച നിരവധി നേതാക്കളും സമരസ്ഥലത്തുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, അവര് സമരരംഗത്തുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം എന്നെ വിളിച്ചതെന്ന്. അല്ല, ഇതിപ്പോ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യം. അദ്ദേഹം തിരുവഞ്ചൂർ എന്തിനാണ് ജോൺ ബ്രിട്ടാസിനെ വിളിച്ചെന്നുള്ള എന്നോട് ചോദിച്ചിട്ട് കാര്യം. ആ തിരുവഞ്ചൂരിനോട് ചോദിക്കുമ്പോൾ തിരുവഞ്ചൂരിന്റെ ടെലിഫോൺ നമ്പർ വേണം. അതാ ഞാൻ ചോദിച്ചു. ഈ വിവാദത്തിന് ശേഷം മുണ്ടക്കയുമായി താങ്കൾ സംസാരിച്ചു? ഏത്? ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. തിരുവഞ്ചൂരുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അതായത് ജോൺ മുണ്ടക്കൈ ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്നു എന്ന് പറഞ്ഞ് അറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഇല്ലാത്ത കാര്യമൊന്നും എഴുതി വെക്കരുത് കേട്ടോന്ന് മാത്രം പറഞ്ഞു. ഇത് ബോംബാണോ എനിക്കറിയില്ല. അപ്പം ബോംബ് എന്തായിരിക്കും? ഇതിനാണോ ബോംബെന്ന് പറയുന്നത്? അല്ല, അതൊക്കെ അവർ എഴുതുന്നവർക്കല്ലേ. എന്താ കാരണം, ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുതാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നു. അതൊക്കെ അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തിന്? എൻ്റെ അടുത്ത സുഹൃത്തില്ലേ ജോൺ മുണ്ടക്കയം, അദ്ദേഹം ഒരു പുസ്തകം എഴുതി അത് നന്നായിട്ട് വിറ്റ് നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ അത് വായിക്കും. അത് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഘടകങ്ങളിനകത്തൊക്കെ ചേരുന്നത് നല്ലതല്ലേ. അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ആ ചരിത്രരേഖയിലെ പിഴവല്ലേടോ ഞാനിപ്പോൾ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വാക്കാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ കൂടുതൽ പ്രസക്തിയുള്ളത്? ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഞെട്ടലും ഞെട്ടലില്ലായ്മയ്ക്കൊന്നും മറുപടി പറയാനുള്ള ഒരു ബാധ്യത എനിക്കില്ലല്ലോ. നിങ്ങൾ ഞെട്ടുകയോ ഞെട്ടാതിരിക്കുകയോ ചെയ്യും, അത് കുഴപ്പമില്ല. ഓക്കെ. നേരത്തെ അദ്ദേഹം ഞാൻ കേട്ടത് ഒരു ചാനലിൽ, ഏത് ചാനലാണെന്ന് അറിഞ്ഞില്ല, അതിൽ തിരുവഞ്ചൂര് പറയുന്നുണ്ട് ഞങ്ങളുടെ ക്യാബിനറ്റ് ഓൾറെഡി തീരുമാനിച്ചതാണല്ലോ. ക്യാബിനറ്റ് ഓൾറെഡി തീരുമാനിച്ചാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രഖ്യാപനത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് ക്യാബിനറ്റ് എന്തിനാണ് ഈ തീരുമാനം എടുത്തത്? നേരത്തെ എടുത്ത തീരുമാനമല്ലേ. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ, ചരിത്രത്തിന്റെ ഭാഗമല്ലേ. ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനം, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ക്യാബിനറ്റിൽ എനിക്ക് തോന്നുന്നു പത്രക്കാർ കൂടി പങ്കെടുക്കാറുണ്ടല്ലേ ചില സമയത്ത്. അതുണ്ടായിരുന്നു. പത്രക്കാർ പങ്കെടുക്കാറുണ്ടോ? ആ രീതിയിൽ ക്യാബിനറ്റ് നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു തീരുമാനം ക്യാബിനറ്റ് എടുത്തെങ്കിൽ അത് വരില്ലേ? അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്തിനാണ് അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രഖ്യാപനത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞ്, എനിക്ക് തോന്നുന്നു 16-ാം തീയതി, ഇത് 13-ാം തീയതിയാണ് അദ്ദേഹം പരസ്യമായി രാവിലെ പ്രഖ്യാപിക്കുന്നത്.
16-ാം തീയതി എന്തിനാണ് ക്യാബിനറ്റ് ഈ പറഞ്ഞ പോലെ സോളാറിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള തീരുമാനമെടുത്തത്? നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. പത്രപ്രവർത്തകരല്ലേ, ചെറുപ്പക്കാരല്ലേ, ഒന്ന് ഹോംവർക്ക് ചെയ്യേ. പല ഏത് അന്വേഷണവും എങ്ങനെ അന്വേഷണമൊക്കെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറയും. ഒരു തീരുമാനം സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ടല്ലേ പറയേണ്ടത്, അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം കർഷക സമരം നടക്കുന്നു, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പരിശോധിക്കും എന്ന് ബ്ലാങ്കറ്റായിട്ട് പറഞ്ഞാൽ മതിയോ? അതുകൊണ്ടല്ലേ ഇപ്പോഴും വീണ്ടും കർഷക സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായ സ്പഷ്ടമായ വ്യക്തമായ കോൺക്രീറ്റ് ആയിട്ടുള്ള നിലപാട് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കണം. അദ്ദേഹം സ്വാഭാവികമായിട്ടും അന്നല്ലേ UDF നേതാക്കളുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ട് ഈ തീരുമാനം എടുത്തത്. അതിന് മുമ്പ് എടുത്തോ? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്ന എപ്പോഴാണ്? ഈ സമരം തുടങ്ങിയ ശേഷമല്ലേ? തീർച്ചയായിട്ടും അറിയാം, തീർച്ചയായിട്ടും അറിയാം. അല്ല, അത് CPM നേതൃത്വത്തോട് ചോദിക്കേണ്ട കാര്യമില്ല. അത് അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കണം. ഉദാഹരണം പറഞ്ഞാൽ CPM-ഉം CPM-ന്റെ ഘടകകക്ഷികളും തമ്മിലുള്ള ആശയവിനിമയത്തെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് കമന്റ് ചെയ്യുന്നത്? ഒരു സെക്കൻഡ്, എന്താ ചെറുപ്പക്കാരൻ്റെ പേരെന്താടോ? എടോ ഫെലിക്സ്, എനിക്ക് പറ്റുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ ഫെലിക്സ്. ഉദാഹരണം പറഞ്ഞാൽ CPM എന്താണ് ഘടകകക്ഷികളോട് പറഞ്ഞത്, ഏത് ഭാഷയിലാണ് പറഞ്ഞത്, അവരെ എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്, ഇതൊക്കെ ഞാൻ എങ്ങനെയാ പറയുക? ഞാൻ എന്തായാലും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഘടകകക്ഷി നേതാക്കളോ അല്ലെങ്കിൽ വ്യക്തികളോ പറഞ്ഞതിനോട് ഞാൻ പ്രതികരിക്കുമെന്ന് ഫെലിക്സിന് തോന്നുന്നുണ്ടോ? ഉണ്ടോടോ? ഇല്ല. ഓക്കെ, ചോദിക്കണ്ട. ഞാൻ തിരുവഞ്ചൂർ ഇങ്ങനെയൊരു നിർദ്ദേശം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും സമരം തീർക്കണം, അദ്ദേഹത്തിന് ഏത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്, ഇത് CPM നേതൃത്വത്തെ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞ കാര്യം ഞാൻ CPM നേതൃത്വത്തെ അറിയിച്ചു. അല്ല, എനിക്ക് ഘടകകക്ഷികളുമായിട്ട് ബന്ധമില്ലല്ലോ. ഇത് ഫെലിക്സിന്റെ ചോദ്യം നീ വീണ്ടും ആവർത്തിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ജോൺ മുണ്ടക്കയത്തിൻ്റെ പരാമർശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയതിനെക്കുറിച്ചോ അത് ശരിയാണ് തെറ്റാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനാണ്, സർഗാത്മക എഴുത്തുകാരനാണ്, അദ്ദേഹം പല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാവും. ഞാൻ നിങ്ങളടുത്ത് ഞാൻ 4 വട്ടം പറഞ്ഞു, അത് മാത്രമല്ലാന്ന് ബാക്കി ഒരുപാട് ഘടകങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും ക്യാമറയുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു, 35 വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ. ഇത്രയും കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും അത് മാത്രമേ പറയുന്നു. അദ്ദേഹത്തിനെ അല്ല, തിരുവഞ്ചൂർ ഇങ്ങോട്ട് വിളിച്ചതാണെന്ന് ഉൾപ്പെടെ എന്താണ് കൃത്യമായി നടന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞു. വീണ്ടും താങ്കൾ അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ബ്രെയിൻ ഒന്ന് റീഫ്രഷ് ചെയ്യും. അല്ല, തിരുവഞ്ചൂർ വഴിയായിരിക്കും. എന്താ കാരണം വെച്ചാൽ ചെറിയാൻ ഫിലിപ്പ് എനിക്കറിയില്ല, ചെറിയാൻ ഫിലിപ്പോട് ചോദിച്ചാൽ മതി. എന്താ കാരണം വെച്ചാൽ ചെറിയാൻ ഫിലിപ്പും തിരുവഞ്ചൂരും ജോൺ മുണ്ടക്കയും ഒക്കെ നല്ല സുഹൃത്തുക്കളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് പരസ്പരം ആശയവിനിമയം നടത്താം. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാമെന്ന്. ഇപ്പം ഇവിടുന്ന് ഈ പരിപാടി കഴിഞ്ഞ ഉടനെ ഒരു ഫോൺ എടുത്തിട്ട് ചെറിയാൻ ഫിലിപ്പോട് ചോദിക്കുക, ഇങ്ങനെ ജോൺ ബ്രിട്ടാസ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ എന്ന് ചോദിക്കുക. അദ്ദേഹം ഇപ്പോൾ എന്തായാലും CPM-ന്റെ ഭാഗമല്ല, CPM-നെ നിരന്തരമായി നിതാന്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് ചോദിക്കും. അദ്ദേഹം ഇന്ദിരാഭവനിലുണ്ടാവും. നിങ്ങളുടെ ഒരു സഹപ്രവർത്തനെ ഒരു ക്യാമറയായിട്ട് അങ്ങോട്ട് വിടും. ഇടനിലയെന്നുള്ളതല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ CPM-ന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പദപ്രയോഗത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കറങ്ങിക്കോളൂ. ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഫെലിക്സെ, തനിക്ക് ഒരു സെക്കൻഡ്, തനിക്ക് ചോദ്യങ്ങളില്ല, വെറുതെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെലിക്സെ, ഒരു സെക്കൻഡ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ വ്യക്തതയുണ്ടാവും. ആ മുദ്രാവാക്യങ്ങളിൽ എത്ര കണ്ട് സാധ്യമാകുമെന്നും എത്രയുണ്ട് പ്രായോഗികമാകുമെന്നും എത്ര കണ്ടാണ് അവർ അച്ചീവ് ചെയ്യേണ്ടതെന്ന് ആ ഒരു പാർട്ടി അവരുടേതായ രീതിയിൽ തീരുമാനിക്കുന്നുണ്ടാവും. അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്താൻ ഞാൻ ആളല്ല എന്ന് ഞാൻ എത്ര വട്ടം താങ്കളെടുത്ത് പറഞ്ഞു. ഇനി ഞാൻ ഏത് ഭാഷയല്ല പറയേണ്ടത്? അല്ല, അത് ഞാനിപ്പോൾ ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അവിടെ നടന്ന കാര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്.
ഞാൻ ഉദാഹരണം പറഞ്ഞാൽ അനുമാനിക്കുന്ന കാര്യങ്ങളും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും പറയാൻ വേണ്ടിയല്ല പത്രസമ്മേളനം വിളിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ പത്രസമ്മേളനത്തിന് ശേഷം ഫെലിക്സിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ എൻ്റെ അനുമാനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ അപ്രായോഗികമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ രാജി എന്ന ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഞാൻ അപ്രായോഗികം എന്ന് ഞാൻ പറഞ്ഞു. പ്രായോഗികമല്ലാത്തത് അല്ല, ഓരോ പാർട്ടി അവർക്ക് യുക്തമായ തീരുമാനമെടുക്കും. അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ സ്വാഭാവികമായിട്ടും എത്ര കണ്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം, എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ തീരുമാനിക്കും. എത്രയോ സമരങ്ങൾ, എത്രയോ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് എത്ര തവണ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇവിടെ ആൾക്കാർ? UDF എത്ര സമരം നടത്തിയിട്ടുണ്ട്? പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മന്ത്രിമാർ രാജിവെക്കണമെന്ന് പറഞ്ഞ് എത്ര സമരം നടത്തിയിട്ടുണ്ട്? അവരൊക്കെ രാജിവെച്ച് കഴിഞ്ഞിട്ടാണോ അവർ സമരം അവസാനിപ്പിച്ചത്? നിങ്ങൾ അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഓക്കെ, ശരി, താങ്ക് യു. ജോൺ ബ്രിട്ടാസ് MP-യുടെ വാർത്താ സമ്മേളനമായിരുന്നു കണ്ണൂരിൽ. ജോൺ മുണ്ടക്കയം എഴുതിയ ഒരു ലേഖനത്തിൽ നടത്തിയ വെളിപ്പെടുത്തൽ, അതുമായി